ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ഒരു പാനിൽ ആവശ്യത്തിന് ഗീയും പിന്നെ ഓയിലും ചേർത്ത് ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് അത്യാവശ്യം നല്ല ബ്രൗൺ നിറത്തിലാവുന്ന വരെ കരിഞ്ഞു പോകാതെ ഒന്ന് നല്ല രീതിയിലാക്കിയെടുക്കുക. കാരണം ഇത് നമുക്ക് ബിരിയാണിക്കുള്ള ബ്രസ്റ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിനെ മാറ്റി വെച്ചതിന് ശേഷം ഒരു 4 സവോള, 2 ടൊമാറ്റോ, ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ല രീതിയിൽ അരിഞ്ഞ് ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ക്ലോവ്സും പട്ടയും സ്റ്റാറും ഏലക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കാരണം നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മണം അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സമയമെടുത്ത് ചെറിയ തീയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ആ ടൈം കൊണ്ട് ആവശ്യത്തിനുള്ള അരി ഒന്ന് കഴുകി അതിനൊന്ന് കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഉള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സിയിലാണെങ്കിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ അത് നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം തക്കാളി ഇടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി അതിൽ അത്യാവശ്യം ഒന്ന് ചേരണം അലിഞ്ഞ്. അതിനുശേഷം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നല്ല രീതിയിലൊന്ന് പിടിച്ചതിന് ശേഷം ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ആയതിനു ശേഷം നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു മാഗി ക്യൂബും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. കാരണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തൈര് മസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ കുറവുള്ളത് ചേർത്ത് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തോളണം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ അതിൽ ഗീയും സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മൾ നേരത്തെ വെറുതെ വെച്ച ഉള്ളിയും പിന്നെ ഒരു 2 പട്ടയും ഒരു 3 ക്ലോവ്സും ഇട്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് എന്നാൽ അതിന് എത്രമാത്രമാണ് അരിക്ക് വേണമെന്നുള്ള അത്രയും വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് അതിനുശേഷം നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച അരിയും കൂടെ അതിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട്, റൈസ് നമ്മൾ വേവിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലെയർ ചെയ്യാന്നുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റൈസിന് ഡ്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചിക്കനിലോട്ട് ആവശ്യത്തിന് മല്ലിയില ഇട്ട് നോർമലി ഞാൻ 2 ലെയറാണ് ചെയ്യാറ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റൈസും ഇട്ട് അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും ഒന്നുകൂടെ ലെവൽ ചെയ്യുക. പിന്നെ ഇത് നെയ്യും പാലും പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ കലക്കിയതാണ് ഒരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിനുശേഷം വീണ്ടും 2ാമത്തെ ലെയറും അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സെറ്റായതിനു ശേഷം അതിന് നമ്മൾ ഒരു കവർ ചെയ്ത്, അതായത് ഒരു ഷീറ്റ് എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് അതിനൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് ഹീറ്റാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസിനെ സെപ്പറേറ്റ് ചെയ്യുക. റൈസിനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ മസാലയും ലാസ്റ്റത്തെ കുറച്ച് റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ബിരിയാണി ഇതിങ്ങനെ അങ്ങോട്ട് സർവ് ചെയ്യുക. ഇത് നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സാലഡും കൂടെ എടുക്കുമ്പോഴത്തേക്കും എല്ലാം സെറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. ബൈ.